+2 ശേഷം അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ റെക്കഗ്നൈസ്ഡ് ആയ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ CMA US ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻസ് ഫോർ യു. CMA US എന്ന് പറയുന്നത് 1 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എക്സാം പാറ്റേൺ ഉള്ള ഒരു കോഴ്സാണ്. CMA US കഴിഞ്ഞ് CMA US ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പേർട്ട് ഫാക്കൽറ്റി CMA USനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് തീർത്തു തരാൻ വേണ്ടി ഇന്ന് എൻ്റെ കൂടെയുണ്ട്. ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് III കൊമേഴ്സ് അക്കാഡമിയിലാണ്. CMA US അടക്കമുള്ള പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് കോഴ്സുകൾ അടിപൊളിയായി നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്ന ഒരു ഉഷാർ സ്ഥാപനമാണ് III കൊമേഴ്സ് അക്കാഡമി. അപ്പോൾ III കൊമേഴ്സ് അക്കാഡമിയിൽ CMA USന് ക്ലാസ്സസ് എടുക്കുന്ന AlbinPaul സാർ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിനോട് നമുക്ക് CMA USുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി ചോദിക്കാം. സർ, വെൽക്കം. താങ്ക് യു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ CMA US എന്ന കോഴ്സിനെ കുറിച്ചൊരു എബൌട്ട് പറയുകയാണെങ്കിൽ ബേസിക് ആയിട്ട് എന്താണ് സാറിന് പറയാനുള്ളത്? CMA US എന്ന് പറയുന്നത് ഇന്ത്യയിൽ നമുക്ക് അറിയാം, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു കോഴ്സ് അവൈലബിൾ ആണ്. അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള US-ലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. സോ ഇത് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഇന്ത്യക്കകത്തും അകത്തും പുറത്തും എല്ലാം വാലിഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഇന്ത്യയിലെ CMA, അതായത് പഴയ ICW ആയിട്ട് ടൈപ്പ് ഉള്ള ഒരു കോഴ്സാണ്. ഓക്കെ, കുറേ കുട്ടികൾക്ക് എപ്പോഴും ആദ്യം പറഞ്ഞ സംശയം, ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും, ഡിഗ്രി കഴിഞ്ഞവരുണ്ടാവും. അപ്പം +2 കഴിഞ്ഞിട്ട് ഇത് ചെയ്യുന്നതാണോ നല്ലത്, ഡിഗ്രി കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണോ നല്ലത്, എന്താണ് ഇതിൻ്റെ എലിജിബിലിറ്റി എന്നൊരു ഡൗട്ട് ഉണ്ടാവും. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു. ഇത് എലിജിബിലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് +2 കഴിയുമ്പോൾ തൊട്ട് നമുക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് കോഴ്സിന് ജോയിൻ ചെയ്ത് എക്സാം എഴുതാം, എക്സാം പാസ്സാവാം, ജോലിക്ക് പോകാം, എല്ലാം ചെയ്യാം. മെമ്പർഷിപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഗ്രാജുവേഷൻ കമ്പൽസറി ആവശ്യമാണ്. അതായത് എക്സാം എഴുതുന്ന ഡിഗ്രി വേണമെന്നില്ല, പക്ഷേ ഇതിലൊരു ഫൈനൽ മെമ്പർഷിപ്പ്, ഈ IMA മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ നമുക്ക് ഡിഗ്രി ആവശ്യമാണ്. അപ്പോൾ ഈ +2 കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് വേണമെങ്കിൽ ഈ കോഴ്സ് പഠിക്കുമ്പോൾ തന്നെ ഡിഗ്രിയും കൂടെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. നമ്മൾ ഇതിന് കൂടുതൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി കോഴ്സസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റുഡൻസ് മെമ്പർഷിപ്പ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് IMA ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഡിഗ്രിയുടെ കൂട്ടത്തിൽ US CMA ചെയ്യുക എന്നുള്ളത്. അത് നമ്മൾ റെഗുലറായിട്ട് BCom ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് CMA ചെയ്യാം. കൂടാതെ CMA ഇവിടെ +2 കഴിഞ്ഞ് CMAക്ക് ഇവിടെ വരുന്ന കുട്ടികൾക്ക് BCom അഡീഷണൽ ആയിട്ട് ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും എന്താണ് അവർക്ക് അഡ്വാൻറ്റേജ് ആണ്. ഇനി ചോദിക്കാനുള്ളത്, CMA US കഴിഞ്ഞ ഒരാളെ കാത്തിരിക്കുന്ന ഡെസിഗ്നേഷൻസ്, ജോബ് റോളുകൾ, ഏതൊക്കെ തരത്തിലുള്ള ജോബ്സ് ആയിരിക്കും അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ടാവും? നമുക്കിപ്പം ജോബ് റോൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട്സ് ഓഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോബുകളാണ് നമുക്ക് മെയിനായിട്ടും കിട്ടുന്നത്. അത് അക്കൗണ്ടൻ്റ് ആയിട്ടാവാം, ഓഡിറ്റ് അസോസിയേറ്റ്സ് ആവാം. സോ അങ്ങനത്തെ ജോബ് റോൾസ് ആണ് മെയിനായിട്ടും വരുന്നത്. ഇപ്പോൾ ഇന്ത്യക്കകത്ത് പുറത്ത് അങ്ങനെ നോക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയൊക്കെയാണുള്ളത്? തീർച്ചയായിട്ടും ഇന്ത്യക്ക് പുറത്തേക്ക് നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം ഇത് ഫോറിൻ കോഴ്സാണല്ലോ. സോ കൂടാതെ ഇന്ത്യയിൽ തന്നെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഒത്തിരി KPO BPO ടൈപ്പ് കമ്പനീസ് ഉണ്ട്. സോ അവിടെ നമുക്ക് ഇഷ്ടംപോലെ ജോബ് ഓപ്പണിംഗ് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് എക്സാംസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ എക്സാം പാറ്റേൺ, എത്ര പരീക്ഷകളുണ്ട്, എങ്ങനെയാണ് എക്സാം വരിക, അതാണ് അറിയേണ്ടത്. CMA USൻ്റെ എക്സാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 എക്സാംസ് ആണുള്ളത്. മൊത്തം 12 സബ്ജക്റ്റ്, 6 സബ്ജക്റ്റിന് ഒരു പാർട്ട് എന്ന രീതിയിൽ 2 ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഒരു ഗ്രൂപ്പിന് ഒറ്റ എക്സാമേ ഉള്ളൂ. നമ്മൾ CA കാണുന്നത് പോലെ ഗ്രൂപ്പിന് സബ്ജക്റ്റ് വൈസ് എക്സാംസ് ഒന്നുമില്ല. ഇതിനൊരു ഗ്രൂപ്പിന് ഒറ്റ എക്സാം. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ CMA പാസ്സാവാൻ 2 പരീക്ഷകൾ മാത്രം പാസ്സായി കഴിഞ്ഞാൽ CMA ക്വാളിഫൈഡ് ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതിൻ്റെ പാസ് പെർസെൻറ്റേജ് നമ്മൾ പറയുകയാണെങ്കിൽ 42% ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ കോഴ്സസിൻ്റെ ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറവാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 42 എന്ന് പറയുന്നത് ഒരു വലിയ വിജയ ശതമാനം തന്നെയാണ്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 ഇയർ ആണെന്ന് പറഞ്ഞു. അത് കൂടാതെ നമുക്ക് ഒരു ഇയറിൽ 3 എക്സാം വിൻഡോസ് വരുന്നുണ്ട്. ജാനുവരി, ഫെബ്രുവരി, മെയ്, ജൂൺ, സെപ്റ്റംബർ, ഒക്ടോബർ. ഇപ്പം ജാനുവരി, ഫെബ്രുവരി വിൻഡോ എടുക്കുകയാണെങ്കിൽ തന്നെ ജാനുവരി 1 തൊട്ട് ഫെബ്രുവരി 28 വരെയുള്ള ദിവസങ്ങളിൽ ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് രാവിലെ എക്സാം എഴുതുമ്പം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എക്സാം എഴുതാൻ പറ്റും. രാവിലെ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് എടുക്കാം. വൈകുന്നേരമാണ് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ വൈകുന്നേരം എടുക്കാം. രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് അത്ര ഫ്ലെക്സിബിൾ ആണ്. ഞാൻ പറഞ്ഞു BCom MCom കോഴ്സിൻ്റെ ഒക്കെ കൂട്ടത്തിൽ നമുക്ക് CMA US ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ CMA US BComൻ്റെ കൂട്ടത്തിലെടുത്തു, അവർക്ക് യൂണിവേഴ്സിറ്റി എക്സാം വന്നു. സോ എക്സാമിൻ്റെ ഡേറ്റ് വന്നു കഴിയുമ്പോൾ ആ ഡേറ്റിലല്ലാതെ
മറ്റൊരു ഡേറ്റിൽ CMA എക്സാം നമുക്ക് റീഷെഡ്യൂൾ ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ക്ലാഷ് വരാനായിട്ട് ഒരു പോസിബിലിറ്റിയും വരുന്നില്ല. നമുക്ക് ചൂസ് ചെയ്ത് എടുക്കാനായിട്ട് വരും. അത്ര ഫ്ലെക്സിബിൾ ആണ് US-ന്റെ CMA. ഓക്കെ സാർ, ഇനിയും ഈ എക്സ്പീരിയൻസിലേക്ക് വരാം. അപ്പം CMA US കഴിഞ്ഞ ഒരാൾക്ക് IMA മെമ്പർഷിപ്പ് കിട്ടുന്നുള്ളതാണ് എൻ്റെ ഫൈനൽ സ്റ്റേജ്. അതിന് മുമ്പായിട്ട് എക്സ്പീരിയൻസ് വേണമല്ലോ. അപ്പോൾ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? നമുക്ക് ശരിക്കും വേണ്ടത് 2 years എക്സ്പീരിയൻസ് ആണ്. അത് നമ്മുടെ എക്സാം പാസ്സാവുന്നതിന് മുമ്പുള്ള എക്സ്പീരിയൻസും അവർ കൺസിഡർ ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പം BCom കഴിഞ്ഞു. BCom കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ജോലിക്ക് പോയി. സോ ഞാൻ അക്കൗണ്ടൻ്റ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കൊരു 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. സോ പ്രൊമോഷന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് BCom വെച്ചുകൊണ്ട് എലിജിബിലിറ്റി ഇല്ല. സോ ആ സമയത്താണ് CMAയിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. CMA പാസ്സാവുന്നതെങ്കിൽ ആ 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ആ എക്സ്പീരിയൻസിൽ ഇതിന്റെ എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇപ്പം ഒരു സ്റ്റുഡന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണെങ്കിൽ അവർ +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, അതിനുശേഷം US CMA ആയിരിക്കും ചൂസ് ചെയ്ത്, അങ്ങനെയായിരിക്കും വരുന്നത്. പരീക്ഷയ്ക്ക് ശേഷമായിരിക്കും സ്വാഭാവികമായിട്ട് പരീക്ഷയ്ക്ക് ശേഷമായിരിക്കും അവർക്ക് എക്സ്പീരിയൻസ് വരുന്നത്. സോ ആ സമയത്ത് അതും വാലിഡ് ആണ്. ഇപ്പം എക്സ്പീരിയൻസിന്റെ സമയത്ത് അവർ പറയുന്നത് മാർക്കറ്റിംഗ് ജോബ് അല്ലാത്ത എല്ലാ അക്കൗണ്ടിങ് വർക്ക്സും കണക്കാക്കും. ഇപ്പൊ കൊമേഴ്സിന്റെ പാർട്ടായിട്ടാണല്ലോ നമ്മൾ സെയിൽസും മാർക്കറ്റിംഗും പറയുന്നത്. സോ അതൊഴിച്ച് ബാക്കി എല്ലാ ഫീൽഡും അവർ കൺസിഡർ ചെയ്യുന്നുമുണ്ട്. ഇനി മറ്റൊന്ന്, ഈ സയൻസ് എടുത്ത ആളുകൾക്ക് എപ്പോഴും, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ ഉള്ളൊരു ഡൗട്ട്, ഞങ്ങൾക്ക് CMA US എടുത്താൽ ഭയങ്കര ടഫ് ആവും, ഞങ്ങൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണോ ചോദിക്കാറുണ്ട്. എന്താണ് അവരോട് പറയാനുള്ളത്? അവർക്കും എടുക്കാവുന്നതാണ്. നമ്മൾ ബേസ് തൊട്ടാണ് എടുത്തു പോകുന്നത്. സോ ബേസ് തൊട്ട് എടുക്കുന്നത് കാരണം തന്നെ അത് അവർക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് വരും. പിന്നെ ഇതിൻ്റെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് കോസ്റ്റിംഗ് ആണ്. കോസ്റ്റിംഗ് പഠിച്ചു തുടങ്ങുന്നത് തന്നെ നമുക്ക് BCom ഗ്രാജുവേഷൻ ലെവലിലാണ് പഠിച്ചു തുടങ്ങുന്നത്. സോ +2 കോസ്റ്റിംഗിനെ വരുന്നില്ല. സോ അത് കാരണം തന്നെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പോകാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഒന്ന്, സാറ് CMA US കഴിഞ്ഞ ആളാണ്, അതുകൊണ്ട് ഇൻ ബിറ്റ്വീൻ ഞാൻ പറയാണ്, സാർ എന്തുകൊണ്ടാണ് CMA US ചൂസ് ചെയ്തത് ആൻഡ് എന്ത് ഡിഫറൻസ് ആണ് ആ ഓപ്ഷൻ താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് US CMA കുറിച്ചൊക്കെ അറിയുന്നതും അറിയുന്നതുമെല്ലാം. സോ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോയപ്പോഴാണ് അറിയുന്നത് BCom കാരന് എത്രയാണ് യഥാർത്ഥത്തിലുള്ള സാലറി എന്നുള്ള കാര്യങ്ങളെല്ലാം. സോ അന്നേരം നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് ഓടി വരുന്നത് എന്തായിരിക്കും? എത്രയും പെട്ടെന്ന് വേറൊരു കോഴ്സ് പഠിക്കണം, പാസ്സാവണം, നല്ലൊരു ജോലി കിട്ടണം. ഇപ്പം CA ഉണ്ട്, CMA ഉണ്ട്, CS ഉണ്ട്. ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും എഗെയിൻ ഞാനൊരു 4-5 കൊല്ലവും കൂടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് 21 വയസ്സുള്ള എനിക്ക് CA പാസ്സായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്ത് വരണമെങ്കിലും 26 വയസ്സ് വരെ ആകും. സോ എനിക്ക് സാലറി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 26ാമത്തെ വയസ്സിൽ മേടിക്കാനായിട്ട് പറ്റും. US CMAയുടെ അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടതെന്ന് പറഞ്ഞാൽ 21 വയസ്സുള്ള എനിക്ക് 22ാമത്തെ വയസ്സിൽ ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. 22ാമത്തെ വയസ്സ് തൊട്ട് സാലറി മേടിക്കാനായിട്ട് സാധിക്കും. സോ അത് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത്. കൂടാതെ ഇന്ത്യൻ CMAക്ക് ഈക്വലൻ്റ് ആണ് എന്നത് നമുക്കറിയാം. സോ അങ്ങനെ കൂടെ വന്നു കഴിയുമ്പോൾ റെക്കഗ്നേഷൻ ഉണ്ട്, ഗ്ലോബൽ റെക്കഗ്നേഷനോട് അവൈലബിൾ ആണ്. സോ ഇത് രണ്ടെണ്ണമാണ് മെയിനായിട്ടും എനിക്ക് CMA US വരാനായിട്ടുള്ള ചാൻസ്. സാർ, ഇനി ഒരു പേഴ്സണലായിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്. അതായത് സാറ് അക്കാഡമിക്കലി ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു CMA US എടുക്കുന്നതിന് മുമ്പ്? കാരണം കുറേ കുട്ടികൾ ചോദിക്കാറുണ്ട്, ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക ഫുൾ A+ കിട്ടുന്ന ആളൊന്നും അല്ല, അപ്പോൾ എനിക്ക് CMA US എടുക്കാൻ പറ്റുന്ന ഡൗട്ട് ഉണ്ട്. എന്താണ് സാറിന് പറയാനുള്ളത്? ഞാൻ അക്കാഡമിക്കലി അത്ര ബ്രൈറ്റ് ആയിട്ടുള്ള ആളൊന്നും ആയിരുന്നില്ല. ഒരു എബോവ് ആവറേജ് സ്റ്റുഡൻറ്റ് മാത്രമായിരുന്നു. ഒരു 70-75% മാർക്കോടുകൂടി 10ാം ക്ലാസ്സും +2 ഡിഗ്രിയും ഒക്കെ പാസ്സായ ഒരു നോർമൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം CMA എടുത്ത സമയത്ത് ഞാൻ ആദ്യം നോക്കിയത് അതായിരുന്നു. CAക്ക് പോയി കഴിഞ്ഞാൽ പാസ് പെർസെൻറ്റേജ് വളരെ കുറവാണ്, എന്നെക്കൊണ്ട് പറ്റുന്നതാണോ US CMA എന്നുള്ളതായിരുന്നു ഞാൻ ആദ്യമേ നോക്കിയത്. സോ വിജയ ശതമാനം തന്നെ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. 42% ഉണ്ട് CMA USൻ്റെ വിജയ ശതമാനം. സോ ഒരു ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിന് സുഖമായിട്ട് നമുക്ക് എക്സാം പാസ്സാകാനായിട്ട് സാധിക്കും. ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ പാസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച് സാർ. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. കാരണം ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റി. പിന്നെ മാത്രമല്ല CMA US കഴിഞ്ഞ ഒരാളെ തന്നെ കിട്ടിയത് കൊണ്ട് നമുക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് കൺവേ ചെയ്യാൻ പറ്റി. എനിവേ, ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. CA, CMA, കമ്പനി സെക്രട്ടറി, ACCA കോഴ്സുകൾക്ക് ഏറ്റവും മികച്ച കോച്ചിങ് പ്രഗത്ഭരായ അധ്യാപകരിൽ നിന്നും വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ, ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ഓൺലൈൻ പഠനത്തിനായി e-learn മൊബൈൽ ആപ്ലിക്കേഷൻ, പ്ലേസ്മെന്റ് സെൽ തുടങ്ങി മികവുറ്റ സംവിധാനങ്ങളോടെ വിദ്യാർത്ഥികളിൽ എത്തിക്കുന്ന ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമ്പസാണ് III കൊമേഴ്സ് അക്കാഡമി.